بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. القاعدة العثمانية عثماني قاعدة تدريبات പരിശീലനം. ഇന്നത്തെ ക്ലാസ് പരിശീലനമാണ്. ഇഖ്റ വക്തുബിൽ കലിമാത്തിൽ ആതിയ, താഴെയുള്ള കലിമത്തുകൾ വായിക്കുകയും എഴുതുകയും ചെയ്യുക. പരിശീലനങ്ങൾ കഴിഞ്ഞ പാഠങ്ങളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം വായിക്കേണ്ടത്. തുടക്കത്തിൽ അക്ഷരം, അതുപോലെ ഉച്ചാരണം, മഖ്റജുകൾ, ഹറക്കത്തുകൾ, ഫത്ഹ, കസ്റ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം വായിക്കേണ്ടത്. പ്രധാനമായും മഖ്റജ്, അറബി ഉച്ചാരണത്തിൽ വളരെ പ്രധാനമാണ് മഖ്റജ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നാം പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാട്ടിലൂടെയും മറ്റും മഖ്റജുകൾ കൃത്യമാക്കൽ വളരെ ആവശ്യമാണ്. കാരണം അറബി അല്ലാത്ത മറ്റു ഭാഷകളെ അവലംബിച്ചാൽ പോലും അറബി ദിക്റുകൾ, ഖുർആനുകൾ ഒന്നും ശരിയാവുകയില്ല. മലയാള ഖുർആൻ, തമിഴ് ഖുർആൻ, അങ്ങനെ പലതരത്തിലുള്ള ഭാഷയിൽ ഖുർആനുകളും ദിക്റുകളും ഒക്കെ ലഭിക്കും. അതൊന്നും ശരിയാവാത്തതിൻ്റെ കാരണം അറബി അക്ഷരങ്ങൾക്ക് തനതായ അക്ഷരങ്ങൾ ഒരു ഭാഷയിലും ഇല്ല എന്നതാണ്. സ്വാഭാവികമായും ആ അക്ഷരത്തിന് പകരം മറ്റ് അക്ഷരങ്ങൾ പകരമാക്കുകയും അതിലൂടെ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് സീൻ ഫത്ഹ സ, സ ഫത്ഹ സ, അതുപോലെ സാദ് ഫത്ഹ സ, സായ് ഫത്ഹ സ. ഇതെല്ലാം മലയാളത്തിൽ അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ ആക്കുമ്പോൾ, ഉദാഹരണത്തിന് മലയാളം തന്നെ എടുത്തു നോക്കാം, സ എന്നേ പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുത്താൽ SA, സ എന്നേ പറയാൻ കഴിയും. എല്ലാത്തിനും മഖ്റജ് വ്യത്യാസമുണ്ട്. മഖ്റജിന്റെ വ്യത്യാസത്തിലൂടെയാണ് അത് അറിയുന്നത്. അതിലുപരി സിഫത്തും കൂടി ആകുമ്പോഴേ അതിൻ്റെ പരിപൂർണതയാവുകയുള്ളൂ. ഇപ്പോൾ നാം സിഫത്ത് വിശദീകരിക്കുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. കാരണം ഒന്ന് നിന്നതിന് ശേഷം നടക്കുന്നതാണല്ലോ ഉത്തമം. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ ഇതിൻ്റെ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ ഉസ്മാനി ഖായിദയുടെ രണ്ടാം ഭാഗത്തോ നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ തന്നെ ആഗ്രഹിക്കുന്നവർക്ക് തർത്തീലുൽ ഖുർആൻ, തർത്തീലുൽ ഹുറൂഫ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ ലഭിക്കും, ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇന്നത്തെ പാഠം അക്ഷരങ്ങൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് നമുക്ക് വായിക്കാനുള്ളതാണ്. വായനയിലേക്ക് ശ്രദ്ധിക്കാം. നബഇ, നബഇ, നബ, യഇസ, യഇസ്, ബിബദനിക, ബിബദനിക്, തസിദി, തസിദ്, ഇദി, ഇദ്, ബിസമരിഹി. വഖഫ് ചെയ്യുമ്പോൾ ബിസമരിഹ്, ഖശിയ, ഖശി, ഇസമി, ഇസം, ഷിയഇ, ഷിയ, തഖി, തഖ്, ലിഅഹബ, ലിഅഹബ്, അമലി, അമലി, അമൽ, അമില, അമിൽ, ബിബദനിക, ബിബദനിക്, ഹിയ. വഖഫ് ചെയ്യുമ്പോൾ ഹി. ഇനി ഇസ്തഖ്രിജ് മിനൽ കലിമാത്തിൽ സാബിഖ, താഴെ പറയുന്ന കലിമത്തുകൾ മുകളിൽ നൽകിയതിൽ നിന്നും കണ്ടെത്തുക. ഉദാഹരണത്തിന് ഒന്നാമതായി ഹാഉം മക്സൂറ ഫി അവ്വലിൽ കലിമ, കലിമത്തിന്റെ തുടക്കത്തിൽ കസ്റാക്കപ്പെട്ട ഹാ വരുന്നതിന് ഉദാഹരണം. ഏറ്റവും അവസാനത്തെ കലിമത്താണ് ഹിയ, അതിൻ്റെ ഉത്തരം. അതുപോലെ രണ്ടാമതായി ഹാഉം മക്സൂറ ഫി ആഖിരിൽ കലിമ, കലിമത്തിന്റെ അവസാനത്തിൽ കസ്റാക്കപ്പെട്ട ഹാ വന്നത്.
അതുപോലെ ഹംസത്തുൻ മക്സൂറ ഫി വസ്തിൽ കലിമ, കലിമത്തിന്റെ മധ്യത്തിൽ കസ്റാക്കപ്പെട്ട ഹംസ വന്നതിന് ഉദാഹരണം. നാലാമത് ഹംസത്തുൻ മക്സൂറ ഫി ആഖിരിൽ കലിമ, കലിമത്തിന്റെ അവസാനത്തിൽ കസ്റാക്കപ്പെട്ട ഹംസ വന്നത്. 5 ലാമുൻ മക്സൂറ ഫി അവലിൽ കലിമ, വാക്കുകളുടെ തുടക്കത്തിൽ കസ്റാക്കപ്പെട്ട ലാമു വന്നത്. ലാമുൻ മക്സൂറ ഫി ആഖിരിൽ കലിമ, കലിമത്തിന്റെ അവസാനത്തിൽ കസ്റാക്കപ്പെട്ട ലാം വന്നത്. ഇത്തരം കലിമത്തുകൾ മുകളിൽ നിന്ന് കണ്ടെത്തുക.